അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള വിഷയം റബീഉൽ അവ്വൽ മാസത്തിലെ പല തരത്തിലുള്ള ഈ ആഘോഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അതോടൊപ്പം തന്നെ എതിർക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്നതും ആ, ഈ നബിദിനം അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം സമുചിതമായി ആഘോഷിക്കപ്പെടുന്ന ആളുകൾക്കുള്ള നിർവൃതി എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നബിദിനത്തിൻ്റെ പ്രാമാണിക പിൻബലം, ബിദ്അത്ത്, പുത്തൻവാദികളും എതിർക്കപ്പെടേണ്ട ബിദ്അത്തുകളും എന്ന് തുടങ്ങിയ 3 വിഷയം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഈ 4-ാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേരത്തെ റബീഉൽ അവ്വൽ ആഘോഷിക്കാം അല്ലെങ്കിൽ ആഘോഷിച്ചവരുണ്ട്, പിന്നീട് അവരെന്തുകൊണ്ടാണ് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് വളരെ പെട്ടെന്ന് അവരുടെ ഒരു നിലപാട് ചുവട് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. എപ്പോഴാണ് ഇത്തരം ആളുകളുടെ ചുവടുമാറ്റം സംഭവിച്ചത്, അതിന് എന്തൊക്കെ തെളിവുകൾ നമുക്ക് രേഖപരമായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഉസ്താദുമാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉസ്താദെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. എപ്പോൾ കഴിഞ്ഞ 3 വിഷയങ്ങളിലും നമ്മൾ പറഞ്ഞത് അതിൻ്റെ റബീഉൽ അവ്വൽ നമ്മുടേതായ തെളിവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഏത് മുതലാണ് ഇവരുടെ ചുവടുമാറ്റം? അതെ, അൽഹംദുലില്ലാ. ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന വിഷയം മറ്റു പലതിലും എന്നതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനത്തിലെ ആളുകൾ ഒരുപാട് അവർ ചുവടുമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആരംഭ കാലഘട്ടത്തിൽ അവരുടെ ഐക്യസംഘം എന്നതാണ് അവരുടെ ആരംഭ പ്രസ്ഥാനം. അതാണ് പിന്നെ കേരള ജമിയത്തുൽ ഉലമ അതും പിന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ പരിണമിച്ചു വന്നത്. ഈ പരിണാമത്തിനിടയിൽ അവർ ആദർശം ഒരുപാട് പേര് മാറുന്ന കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ സമുചിതമായി അവർ നബിദിനം ആഘോഷിച്ചു എന്നത് അവരുടെ പഴയകാല പുസ്തകങ്ങളിലൊക്കെ വ്യാപകമായി നമുക്ക് പരിശോധിച്ചാൽ കാണാം. നബിദിനം ആഘോഷിക്കുകയും ആഘോഷിക്കുന്നതിൻ്റെ പുണ്യം കൃത്യമായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് എന്തുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് അവരോട് മറുപടി വരേണ്ട പകരം അവരുടെ പുസ്തകങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. പഴയ കാലത്ത് ഇപ്പൊ ശരിക്ക് നമ്മുടെ ആളുകൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അതെ, അതെ, ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഉസ്താദ് കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആത്മീയമായി സമൂഹം ഉത്കർഷിക്കുന്നു എന്ന് വരുമ്പോഴാണ് അവർക്ക് ചൂടുമാറ്റം വരുന്നത്. കാരണം ഇത് ആത്മീയമായ ആളുകളെ കൂടുതൽ ആത്മീയമായി അവർക്ക് പരിപോഷണം നൽകുന്ന ഒരു സംഭവമാണ് നബിദിനവും മൗലിദാഘോഷവും ഒക്കെ. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ആത്മീയത തകർക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇവർ ഈ ചൂടുമാറ്റം പിന്നീട് ആദ്യകാലത്ത് ഇവരുടെ സ്ഥാപക നേതാക്കളൊക്കെ ആഘോഷിക്കണം എന്ന് ആഹ്വാനം ചെയ്ത സംഭവം പിന്നീട് ഇവർക്ക് മോഷണത്തെക്കാളും വ്യഭിചാരത്തെക്കാളും ഒക്കെ മോശമായ തിന്മയായിട്ട് ആ സമൂഹത്തിൽ അവർ വലിയൊരു വിധേയത്തായിട്ടൊക്കെ സമൂഹത്തിൽ അവർ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഉദാഹരണം എന്തുകൊണ്ട് അവർ നമുക്ക് സന്തോഷം വരുന്നു എന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് നോക്കാം. റബീഉൽ അവ്വലിനെ അൽ മുർഷിദ്, അവരുടെ പഴയ കാലത്ത് അൽ മുർഷിദ് അവരുടെ ആധികാരിക ഗ്രന്ഥമാണ്. 1350 അറബി വർഷമാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഇറങ്ങാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇതിന് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ തെളിവ് ചോദിച്ചപ്പോൾ തെളിവിന്റെ ആവശ്യമില്ല എന്നായിരുന്നു. അൽ മുർഷിദിന്റെ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടി പറയാൻ കേട്ടോ. അടുത്തലേക്ക് പോകുന്നതിന് മുന്നേ സാധാരണ ഒരു പക്കാ സാധാരണക്കാരൻ ഈ കിതാബുകളെ കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരാൾക്ക് എന്താണ് ഈ അൽ മുർഷിദ് എന്നറിയില്ല. ബേസിക്കലി എനിക്കും അതിനെ സംബന്ധിച്ച് അറിവ്. എന്താണ് അൽ മുർഷിദ്, എന്ന് മുതലാണ്, ഏത് സംഘടനയാണ് അതിനെ, അങ്ങനെ ഒന്ന് സ്പെസിഫൈ ചെയ്തൊന്ന് പറഞ്ഞു. അൽ മുർഷിദ് എന്ന് പറയുന്നത് വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽക്കേ അവർ കൊണ്ടുവന്നിരുന്ന അവരുടെ മാസികയാണ്. അത് പിന്നെ ഐക്യസംഘത്തിന് കീഴിൽ ഐക്യസംഘമാണ് അവിടെ ആദ്യം ഉണ്ടായത്. പിന്നീട് അത് നിഷ്പക്ഷ സംഘമായി, പിന്നീട് അത് കേരള ജമിയത്തുൽ ഉലമയായി, പിന്നീടാണ് അതിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള പേരിലേക്ക് ഇങ്ങനെ വന്ന് സലഫി പ്രസ്ഥാനമായി, മുജാഹിദ് പ്രസ്ഥാനമായി, പിന്നീട് പേര് സംഘടനമാരെ സ്വാഭാവികമാണ് മാറാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ മാറ്റത്തിൻ്റെ ആദർശം കൂടി മാറി എന്നുള്ളതാണ് പ്രശ്നം. ഈ മുറിഞ്ഞു പോയ പല സംഘടനകൾക്കും ആധികാരികമായിട്ട് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് അടിസ്ഥാനപരമായി. അവരിപ്പോ 100 വർഷം കഴിഞ്ഞു എന്നറിയണ്ടല്ലോ. ഈ 100 വർഷത്തിൽ അവർ പറയുന്ന അവരുടെ തുടക്കത്തിൽ അവരുടെ മാസികയാണ് കൃത്യമായിട്ട് അതിൽ ഈ വിഷയങ്ങൾ പറയുന്നത്. അറബി മലയാളത്തിലായിരുന്നു ലേഖനം. നമുക്ക് ലേഖനങ്ങളൊക്കെ അറബി മലയാളത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും.
അതെ അതെ അതെ. അതെ, സ്വാഭാവികമായിട്ടും എതിരാകുമല്ലോ. കാരണം അവർക്ക് തിരിച്ചടിയാണ് ഇത് മുഴുവനും. അപ്പൊ അറബി മലയാളം തന്നെ ഇല്ലാതാക്കിയാൽ ചിലപ്പോ ഈ സാധനങ്ങളൊന്നും കിട്ടാതാവുമല്ലോ. അതെ. അതുകൊണ്ടായിരിക്കണം അതിനെ എതിർക്കുന്നത്. അപ്പൊ അടുത്ത അടുത്ത അപ്പൊ നമുക്ക് പാർട്ടിലേക്ക് മറ്റൊരു വിഷയം പറയാം. ഈ വിഷയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കുന്നവർ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്ന റൂട്ടിലൂടെയാണ് പിന്നെ മറ്റൊരു ലേഖനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഉം. ഉദാഹരണം അൽ മുർഷിദിൽ തന്നെ റബീഉൽ അവ്വൽ കൊടുക്കുകയാണ്. അതിന്റെ തൊട്ടുമുമ്പത്തെ വർഷത്തിൽ 1356 ഉം. അവർക്കാണ് ലോകത്തിലെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം നിന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അത് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഭൂജാതനായിട്ടുള്ള റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ പുണ്യ പുരുഷനെ അനുകരിക്കുക ഒരു ജനവിഭാഗം എങ്ങനെ അനുകരിക്കുന്ന ഒരു ജനവിഭാഗം എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇതിപ്പോ നേരെ നമ്മൾ വഹാബിനോട് ചോദിക്കാണ്. ഈ അൽമുർസിദ് എടുത്തിട്ട് ഇതിൽ പറയാണ്, ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി വന്ന ഒരാളെ എങ്ങനെ അനുകരിക്കാതിരിക്കും? സന്തോഷിക്കാതിരിക്കും. അനുകരിക്കല്ല, അനുകരണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ചിലപ്പം. പക്ഷെ അദ്ദേഹത്തിന്റെ ജന്മ വരുന്ന വിഷയത്തിൽ എങ്ങനെ സന്തോഷിക്കാതിരിക്കുന്നതാണ്. ഉം. സന്തോഷിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. സ്നേഹിക്കുന്ന ആൾക്ക് സാധിക്കൂല, സാധിക്കില്ല. നിർവാഹമില്ല. ഉം. ഇത് കൃത്യമായി ഖണ്ഡിതമായി പറയണം. അവര് തന്നെ അവര് ചോദ്യമായിട്ടാണ് അവർ അവര് ചോദ്യം പറയുന്നത്. പറയണം, എങ്ങനെ അപ്പൊ സന്തോഷിക്കാത്തവൻ റസൂലിനോട് സ്നേഹമില്ല, അല്ലെങ്കിൽ അനുകരിക്കുന്നില്ല. സ്നേഹമില്ല എന്നല്ല, അനുകരണം ഇല്ല എന്നാ പറയണത്. ഇവരിപ്പോ പറയുന്നത് ഞങ്ങളാണ് പ്രവാചകനെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നവർ എന്നാണ്. നമ്മൾ സുന്നി സമൂഹം അനുകരണത്തിൽ നിന്ന് പിഴച്ചുപോയി എന്നാ പറയുന്നത്. പക്ഷെ നേരെ മറിച്ചാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇവരുടെ ആദ്യകാല നേതാക്കന്മാർ ഇനി ഞാൻ ഒറ്റ ഈ ചോദ്യം അങ്ങനെ തന്നെ അങ്ങ് പോകണം എന്നുള്ളതാണ് ചോദിക്കാം കേട്ടോ. ഇപ്പം ഈ അൽ മുർഷിദിൽ അവർ തന്നെ തെളിവായിട്ട് മുൻപുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സംവാദത്തിന്റെ വേദിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതാ അൽ മുർഷിദിൽ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവരെന്താ പറയുന്നത്? അത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി വായിച്ചിട്ട് പറയാം. ഓക്കെ ചോദ്യം കൃത്യമാണ്. കുറച്ചുകൂടി ആകെ ഒന്ന് എഴുതി പെട്ടുപോയതാന്ന് പറയണ്ടല്ലോ, കുറെ എണ്ണം വായിക്കാൻ ആവശ്യമാണല്ലോ. ചിലപ്പോൾ അതന്ന് ഏതോ ഒരാൾ എഴുതി പെട്ടുപോയതാ പറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു 2-3 നമ്മൾ വായിക്കാം, വേറെയും കുറെ ഉണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഏത്, നബിതങ്ങളെ സ്നേഹിക്കുക എന്നത് സന്തോഷിക്കലല്ല അനുകരിക്കലാണെന്നാ. ഉം. അന്നത്തെ ഈ ലേഖനത്തിൽ അവർ എഴുതിയത് അനുകരിക്കുന്നവർക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. കഴിയില്ല. രണ്ടായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുകരിക്കലാണ്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, വേറെ സന്തോഷ സന്തോഷ പ്രകടനമല്ല. അന്ന് പറഞ്ഞ നേരെ വിരുദ്ധാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയത്തോ ഹദീസൊന്നും വേണ്ട, ബുദ്ധിപരമായി ചിന്തിച്ചാലും കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. Yes. മൗലിദ് മലയാളത്തിലും വേണം. നമ്മളിപ്പോൾ അറബിയിലാണ് മൗലിദ് പറയുന്നത്, എന്നാൽ മലയാളത്തിൽ കൂടി മൗലിദ് വേണമെന്നാണ് അവർ പറയണത്. ഉം. നമ്മളിപ്പോൾ അറബിയിൽ മൗലിദ് വേണമെന്ന് നമ്മൾ തോന്നുന്നു, നമ്മൾ മലയാളത്തിൽ മൗലിദ് തോന്നുന്നു. മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ മദ് പറയുക, പാടുക, അത് സന്തോഷിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ മൗലിദ് കിതാബുകളൊക്കെ അറബിയിലാണല്ലോ. അപ്പൊ അത് മലയാളത്തിൽ കൂടി വേണമെന്നാണ് അവർ പറഞ്ഞത്. മൗലിദ് മലയാളത്തിൽ കൂടി വേണം. ആ ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. ഈ മൗലിദേ പാടില്ല എന്ന് പറഞ്ഞ ടീമാണ്. അതെ, അതും അൽ മുർഷിദിൽ 1 ലക്കത്ത് പിന്നെ അവരുടെ അൽ മുർഷിദ് പുസ്തകം 1 ലക്കം 5 അവരത് പറയണ ഉസ്താദ് ഒന്ന് വായിച്ചു. മൗലിദ് മലയാളത്തിലും വേണം. ഒരു അൽ മുർഷിദാണ് വായിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രാഥമികമായ ഒരു സംഘടന രൂപീകരിക്കുന്നതിന്റെ പ്രഥമ ഘട്ടത്തിലുള്ള മുസ്ലിം ഐക്യസംഘത്തിന്റെ കീഴിൽ ഇറങ്ങിയിരുന്ന ഒരു പുസ്തകമാണിത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഇനിയും ഞാൻ തുടർന്നു പോകാൻ വിചാരിക്കുന്നില്ല. അതൊരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കോട്ട് ചെയ്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ലോകത്തെ അറിയിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ചുമതല. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ ആ മഹാത്മാവിന്റെ മാഹാത്മ്യത്തെ അറിയുവാനും പഠിക്കുവാനുമുള്ള യാതൊരു മാർഗവും മലയാളക്കരയിൽ ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മൗലിദ് ഭംഗിയായി കഴിക്കുന്ന സമ്പ്രദായം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും, അതവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുതിയതല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. കേരളക്കരയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് അറബി ഭാഷയിലായതുകൊണ്ട് പറയത്തക്ക ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരൊരു മലയാളത്തിൽ വേണമെന്നുള്ള ന്യായം പറയാണ്. എന്നാൽ ഇടക്കാലത്ത് ചില സ്ഥലങ്ങളിൽ അർത്ഥം പറഞ്ഞുകൊണ്ട് മൗലിദ് ഓതുവാൻ തുടങ്ങിയിട്ടുണ്ട്. അറബിയിൽ മൗലിദ് നടത്തിയിട്ട് അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. അധിക സ്ഥലങ്ങളിലും പൊതുയോഗങ്ങൾ കൂടി നബിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മലയാളത്തിൽ പ്രസംഗങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതെല്ലാം ഏറെക്കുറെ സന്തോഷകരം തന്നെ. ഇത് തന്നെയാണ് നമ്മുടെ മൗലിദാഘോഷ സദസ്സുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പങ്കെടുത്താലല്ലേ അറിയൂ ഇതാണല്ലേ, അതാണ് വിഷയം. അപ്പോൾ കൃത്യമായിട്ട് അവർ ആ കാര്യം അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മൗലിദാഘോഷം നമ്മൾ നടത്തിയാൽ അതുകൊണ്ട് എന്താണ് നേട്ടം? ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ആയത്തും ഹദീസും പറയേണ്ട ആവശ്യമില്ല. അവരുടെ പുസ്തകം തന്നെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ 2-3 എപ്പിസോഡുകൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവർ തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൃത്യമായിട്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും അവരുടേത് വായിച്ചാൽ മതി. നമ്മളല്ല, അവരവരുടേത് വായിച്ചാൽ മതി. അതെ, അവർക്കത് മതി. പിന്നെ നേട്ടങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ അൽ മുർസിദിൽ വിശദമായി പറയുന്നുണ്ട്. മൗലിദാഘോഷങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ നിരവധിയാണ്.
അതിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇതാണ് ഫസ്റ്റ് അതെ, സെന്റൻസ്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പഠനം ചെയ്തുകൊണ്ട് അതിനെ തുടർന്ന് പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിനെയും അവസാന ദിനത്തെയും പറ്റി പേടിയുള്ളവരും പടച്ചവനെ അധികമായി വിചാരമുള്ളവരുമാണ്. ഇത്തരക്കാർ മൗലിദ് യോഗത്തിൽ വന്നു ചേരുകയും നബിചര്യകളെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അതാരാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. Yes, അപ്പൊ yes. അള്ളാഹുവിനെ പേടിയുള്ള ആളുകള് റസൂലിന്റെ ചര്യയെ അനുകരിക്കുന്നവർ അനുകരിക്കുന്ന മൗലിദ് ആളുകൾ. യോഗത്തിൽ പങ്കെടുക്കും. അത് കേട്ടുകൊണ്ട് അതിലെ ആ നബിചര്യകളെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടിക്രമം വിവരമായി പറഞ്ഞു കൊടുക്കും. മുസ്ലിം ലോകം ഒന്നടങ്കം കൊണ്ടാടുന്നതാണെന്നും അവർ സമ്മതിക്കുകയാണ്. അങ്ങയുടെ ഉത്തമങ്ങളായ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കും. നബി തങ്ങളുടെ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ, നബിയെ പിന്തുടരുവാനുള്ള ഉത്ബോധനങ്ങൾ നൽകും. സദസ്സിൽ നബിയോടുള്ള പ്രിയം വളർത്തും. നബിയുടെ അനുയായികളായ സ്വഹാബത്തിന്റെ മതനിഷ്ഠ, ഭക്തി മുതലായവ വിവരിക്കും. അവിടെ കൂടിയിരിക്കുന്നവരുടെ നാവുകളെല്ലാം സ്വലാത്ത് ചൊല്ലുന്നതിന് പരിതപിക്കും. അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുവാൻ പര്യാപ്തങ്ങളായ ഉപദേശങ്ങൾ നൽകും. അള്ളാഹു പറയുന്നത് നോക്കുക. എന്നിട്ട് ഒരായത്തിന്റെ മലയാള അർത്ഥം കൊടുക്കുകയാണ്. നബിയെ ജനങ്ങളോട് പറയുവിൻ, നിങ്ങൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അനുകരിക്കുവിൻ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. ആയത്തിന്റെ മലയാളമാണ് ഇവർ കൊടുത്തത്. അപ്പോൾ മൗലിദാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരും അള്ളാഹുവിനെ അധികമായി ഭയക്കുന്നവരും നബിചര്യയെ ഏറ്റവും കൂടുതൽ അനുധാവനം ചെയ്യുന്നവരുമാണെന്ന് അവർ തന്നെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മൗലിദ് പരിപാടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം അവർ എഴുതി വെച്ചിരിക്കുകയാണ്. തന്നെയല്ലേ നമ്മളെ പരിപാടികൾ നടക്കണം. ഈ പറഞ്ഞതിലപ്പുറം പിന്നെന്താ നമ്മൾ പ്രത്യേകിച്ച് എന്താ ചെയ്യണോ? ഒക്കെ തന്നെ ചെയ്യണോ? ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവും എന്നല്ലാതെ. ഇനി അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ആഘോഷിക്കണം എഴുതിയിട്ട് കാണാം. ആഘോഷിക്കണം എന്ന് കാണാം. അതെ, നിർദ്ദേശം അതെ, ആഘോഷിക്കണം നിർദ്ദേശം കാണാം. ഇതൊക്കെ അൽ മുർഷിദിലുണ്ട് അവരെ. അപ്പോ പിന്നെ ഇങ്ങനെ മഹൽ മതത്തിന്റെ പ്രബോധകൻ, പ്രവാചകനായ ഭരണാധികാരി, ദീനി ദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകൻ, ഉത്തമ ഗുരു, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. കൊണ്ടാടുന്നു മാത്രമല്ല, കൊണ്ടാടേണ്ടതാണ് എന്നുകൂടി അവർ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്. അപ്പോൾ അവർ ഈ വിഷയത്തിൽ പിന്നെ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇത് എഴുതുക മാത്രമല്ല, അവർ നടത്തുകയും ചെയ്തതിന്. അതുകൊണ്ടല്ല നമ്മൾ ആലോചിക്കുക. ഇതിപ്പോ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചെന്നല്ല, അവരിത് നടത്തിയിട്ടുണ്ട്. സംഘടിപ്പിച്ച പരിപാടികൾ. അവർ തന്നെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചായിട്ട് കാണാം. മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ മൗലിദാഘോഷ പരിപാടികൾ വിപുലമായി നടത്തിയിട്ടുണ്ട്. അവർ അഭിമാനത്തോടെ അത് രേഖപ്പെടുത്തി. അതും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അതെ. ഒരു ഉദാഹരണത്തിന് വേണ്ടി പിന്നെ വഹാബി സ്ഥാപനങ്ങളിൽ നടന്ന നബിദിനാഘോഷ പരിപാടികൾ നടന്ന കാണാം. ഈ സന്ദർഭത്തിൽ 2 കൊല്ലങ്ങളായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. മുസ്ലിം ഐക്യ വർഷം 2 വർഷം നടത്തുകയും ഈ പ്രാവശ്യം ഉഷാറായിട്ട് നടന്നതിന്റെ സന്തോഷം അറിയിക്കുകയും. അപ്പൊ അത് രേഖയാക്കുകയും. ഇനി എന്താണ് ഇപ്പൊ അവർക്ക് ഈ വിഷയത്തിൽ പറയാണ്ടായ? പിന്നെ അല്ല, ഇനിയാണ് എന്റെ ചോദ്യം. ഇതിപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ. ഇത് ഇവര് രേഖയാക്കി ലോകത്ത് ഇത് ആഘോഷിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നു, ആഘോഷിക്കണമെന്ന് അവർ ഉത്ബോധിക്കുന്നു. ഇങ്ങനെയൊക്കെ നടത്തി അന്ന് രേഖപ്പെടുത്തി പോയത് ഇന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് അവർക്ക് അത് സമ്മതിക്കാൻ എന്താണ് പ്രയാസം? സമ്മതിച്ചാൽ അവരുടെ അടിത്തറ പൊളിയില്ല. ഇപ്പോഴുള്ള സംഘടന പിരിച്ചുവിടേണ്ടി വരും. ഒന്ന് മാത്രമല്ല, അതിനുള്ള ഒരു കുറെ ന്യായവാദങ്ങളാണ് പിന്നെ ഉന്നയിക്കുന്നത്. കാരണം മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുന്ന സമയത്ത് അതിൽ കുറെ സുന്നി പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാദം. അപ്പോൾ അവരുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഇതൊക്കെ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. 1926 വരെ ഇതിൽ സുന്നി പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന വാദം. പക്ഷെ അതിൻ്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങളെല്ലാം 1926 ശേഷം പ്രസിദ്ധീകരിച്ചതാണെന്നാണ്. കാരണം സമസ്ത രൂപീകരിക്കുന്ന ഒരു സമയമാണ് ഇവർ പറയുന്നത്. അതായത് കുറെ സുന്നി പണ്ഡിതന്മാർ ഇതിൽ ഉണ്ടായിരുന്നു, അവരുടെ സ്വാധീന ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ 1926 ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലുള്ളൊരു തമാശ. അവർ പറയുന്ന വാദം തന്നെ എന്താണ്? നിഷ്ഫലമായ ഒരു വാദമാണത്. കാരണം ഒരിക്കലും അത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അതെങ്ങാനും ഇവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുൻകാല നേതാക്കന്മാരെ മുഴുവനും തള്ളേണ്ടി വരും. എത്രത്തോളം വെച്ചാൽ ഈ മൗലിദ് ആഘോഷം അത് ആഘോഷിക്കുന്നവർ നരകത്തിലാണെന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പൊ അവരുടെ സ്ഥാപക നേതാക്കളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അവരെ മുഴുവൻ അതുകൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ വലിയ അങ്കലാപ്പ് ഉണ്ടാകുന്നു. അത് പലതരത്തിൽ തിരിച്ചുവിടാൻ നോക്കുകയും ചെയ്യുന്നത്. 1924 ആണ് അവരുടെ കേരള പിന്നെ ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത്.
അതു കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞ് 26-ന് ശേഷമാണ് ഈ ലേഖനങ്ങളൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 26 പിന്നെ അതിൽ സുന്നികളുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർ പറഞ്ഞതിൽ ഇനിയും സുന്നികളുണ്ടെങ്കിലോ ഇവർ പറയും പോലെയാണെങ്കിൽ ഇപ്പോൾ ഇവരെ പ്രസ്ഥാനത്തിൽ സുന്നികളുണ്ടാവുമല്ലോ. പിന്നെ ഏത് കാലത്ത് അവർ പറഞ്ഞത് ആളുകൾ വിശ്വസിക്കുക? ഇനി ഓൽക്കിപ്പോൾ അടുത്ത കൊല്ലം ഇതൊക്കെ മാറ്റാലോ, അവരുടെ നിയമങ്ങളൊക്കെ മാറ്റിയിട്ടാ പറയാ ഇത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കൂടുതൽ സുന്നികളുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾ അപ്പൊ അവരെന്ത് ചെയ്താലും ആ പാപഭാരം മുഴുവൻ നമ്മുടെ തലയിലേക്ക്. ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി 2 വർഷം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ച് അപ്പോഴൊരു സുന്നികളുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഏത് കാലത്താണ് ഇവര് സുന്നികളല്ലാതെ ഉണ്ടാകുക? അപ്പൊ അത് മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഇനി അതുപോലെ തന്നെ അവര് എന്നാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉദാഹരണത്തിന് അവരെ സുഹൈൽ ചുങ്കത്തറ അവരുടെ ഒരു പ്രഭാഷകനാണ്. ഈ സുഹൈൽ ചുങ്കത്തറ പ്രഭാഷകൻ നബിദിന ആഘോഷം തെറ്റാണ്, ഇതിനേക്കാൾ ഭേദം മോഷണം കള്ളക്കടത്തുവാണെന്ന് അയാൾ പറഞ്ഞു. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ മോഷണം നടത്താം, കള്ളവ് നടത്താം, എന്നാൽ നബിദിനം ആഘോഷിക്കാൻ പാടില്ല. പ്രവാചകനെ കുറിച്ച് പറയാൻ പാടില്ല. ഇപ്പൊ അതല്ല അവരുടെ പുസ്തകങ്ങൾ, അത് പിന്നെ നമ്മളെ തെളിവ് അവരുടെ പുസ്തകങ്ങൾ ഇത്രയും പുണ്യമാക്കി എഴുതി വെച്ചതിനെ കുറിച്ചാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. അതെ അതെ, അവരെന്നെ പൊളിക്കാനേ പോട്ടെ, നമുക്ക് തെറ്റുപറ്റി വരും. ഇതിപ്പോ ഏറ്റവും വലിയൊരു വൻ തെറ്റായിട്ട് കൊള്ള നടത്തുന്നതിനേക്കാൾ വലിയ മോശമാണ് ഇത്. അപ്പൊ നമ്മളിപ്പോ ആഘോഷിക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ പരിപാടികൾ നോക്കുകയാണെങ്കിൽ ആ പരിപാടിയിൽ അയാൾ പങ്കെടുത്ത പരിപാടിയും കാണാം. ഇതേ മൗലവി ചുങ്കത്തല പങ്കെടുത്ത പരിപാടി വേണം നമുക്ക് കാണാം. മീലാദാഘോഷമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ അയാൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. മീലാദ് പ്രഭാഷണ പരമ്പര കാര്യപരിപാടി 14/4/99 തിങ്കൾ ഉദ്ഘാടനം ഒരാൾ കൊടുക്കുന്നു. പ്രഭാഷണം മൗലവി സുഹൈൽ ചുങ്കത്തറ, കണ്ണൂര്. ഇപ്പൊ പറഞ്ഞതുപോലെ മീലാദ് പ്രഭാഷണം പരമ്പര കാര്യപരിപാടി 14/6/99 തിങ്കൾ ഉദ്ഘാടനം അധ്യക്ഷൻ SA അസീം, വൈസ് ചെയർമാൻ മീലാദ് കമ്മിറ്റി. ഉദ്ഘാടനം ഹാജി എസ് മീരാൻ മലുക്ക് മുഹമ്മദ്, പ്രസിഡന്റ് പാളയം ജമാഅത്ത്. പ്രഭാഷണം മൗലവി സുഹൈൽ ചുങ്കത്തര, കണ്ണൂർ. വിഷയം തൗഹീദ്. അപ്പൊ അങ്ങനെ തൊട്ടടിയിൽ ഹുസൈൻ മടവൂരും പ്രഭാഷണം നടത്തുന്നു. മൗലവി ഹുസൈൻ മടവൂർ ഷഹാദത്ത് കലിമയുടെ പൊരുൾ കോഴിക്കോട് ചൊവ്വാഴ്ച നടത്തിയ പ്രഭാഷണത്തിന്റെ അന്നത്തെ കാലത്തിന്റെ ഒരു നോട്ടീസ്. ഇനി ഇതും സുന്നികൾ ഇറക്കിയാന്ന് പറയോ? സുന്നികൾ ഉണ്ടായിരുന്നു ചിലപ്പോ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. അന്ന് ഇവരൊക്കെ സുന്നിയായിരുന്നു വേണമെങ്കിൽ പറയാം. ഇവരൊക്കെ ദിമേത്ത് പങ്കെടുത്ത ആളുകൾ, പിന്നെ അവർ മുജാഹിദ് ആയിരിക്കും പറയാം. അതിലും സുഖം ഇതൊക്കെ അവർ അംഗീകരിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ കോഴിക്കോട് മൊയ്തീൻ പള്ളി ഉണ്ടല്ലോ, കോഴിക്കോട് പാളയത്തെ മൊയ്തീൻ പള്ളി, ഇപ്പം അവർ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരുള്ള പള്ളിയാണ്. അവരെ ഏതായാലും അത് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാണല്ലോ, അവർ പിടിച്ചെടുത്താന്ന് ഉറപ്പാണ്. കാരണം മൊയ്തീൻ ഷെയ്ഖിന്റെ പള്ളിയിൽ എങ്ങനെ പള്ളിയിൽ പള്ളി ഉണ്ടാക്കുക? ആ മൊയ്തീൻ ഷെയ്ഖ് പള്ളി സുന്നിപ്പള്ളി ആയിരുന്നു. അതിന്റെ നിരവധി തെളിവുകൾപ്പെട്ട് ഒന്ന് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലാണ്. രണ്ടാമത് അവിടെ വമ്പിച്ച നബിദിനാഘോഷം യോഗം മൊയ്തീൻ പള്ളിയിൽ. മൊയ്തീൻ പള്ളിയിൽ വമ്പിച്ച നബിദിന യോഗം നടന്നു. വർഷം അതാ 1967 ജൂലൈ 2 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക്. അധ്യക്ഷൻ അൽഹാജ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബാഫക്കി തങ്ങൾ. അപ്പൊ ആ പള്ളി കൃത്യമായി സുന്നികളതായിരുന്നു കൃത്യമായ തെളിവ് കൂടിയാണ്. നബിദിനാഘോഷം നടക്കുന്ന ബാഫക്കി തങ്ങൾ അധ്യക്ഷം വഹിച്ചുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. അത്രമാത്രം സുന്നിസം ഒക്കെ നിലനിന്നിരുന്ന പള്ളിയും സംവിധാനങ്ങളും ഒക്കെ. അതെ, പാളയത്ത് പറയണല്ലോ 10ഓളം കോഴിക്കോടിലെ 10ലധികം പള്ളികൾ അവർ പ്രധാനപ്പെട്ട പട്ടാള പള്ളിയും മൊയ്തീൻ പള്ളിയൊക്കെ സുന്നികളുടേതായിരുന്നു. അവർ അത് പിടിച്ചെടുത്താണെന്നുണ്ടല്ലോ. അതിന് നമുക്ക് കൃത്യമായ തെളിവുകളാണ്. ഇപ്പോൾ ഒന്നാ പേര് തന്നെ പട്ടാള പള്ളിക്ക് ചിലപ്പോൾ പേരുകൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്തിൽ മൊയ്തീൻ പള്ളി പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അവർ ഏതെങ്കിലും നാട്ടിൽ മുജാഹിദുകൾ ഉണ്ടാക്കിയ ഒരു പള്ളിക്ക് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ മൊയ്തീൻ ഷെയ്ഖിനല്ല റസൂലിന്റെ പേര് പോലെ പേരുണ്ടല്ലോ, ഇസ്ലാഹി മസ്ജിദ് അങ്ങനെയൊക്കെ അവർ പേരിടുന്നത്. അങ്ങനത്തെ ഇവര് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലുള്ള പള്ളിയാണ്. ഇപ്പോൾ അവർ എപ്പോഴും മൊയ്തീൻ പള്ളി തന്നെ അതിന്റെ പേര് അവർ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. കാരണം ഇപ്പോൾ ഈ RSSകാർ BJPക്കാർ വന്നപ്പോൾ കുറെ പിന്നെ നാടുകളുടെ പേരുകളൊക്കെ മുസ്ലിങ്ങളെ മാറ്റി, അങ്ങനെ ഇവർക്കൊന്ന് പേര് മാറ്റിയായിരുന്നു, അതൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും മൊയ്തീൻ പള്ളി തന്നെ അതിന്റെ പേര്. അത്തരത്തിലുള്ളൊരു പിടിച്ചടക്കിയ ഒരു പള്ളി ഇന്നും ആ പേരിൽ തന്നെ നിൽക്കും. അവിടെ സുജൂദ് ചെയ്താൽ അത് എത്രമാത്രം അത് സ്വീകരിക്കപ്പെടും നമുക്ക് അത് വേറൊരു ചർച്ചയാണ്. അല്ല, അവർ സുജൂദ് ചെയ്താൽ എവിടെ സുജൂദ് ചെയ്താലും സ്വീകരിക്കാൻ പ്രയാസമാണ്. കാരണം വിദേഹത്തുകാരൻ്റെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുന്ന ആദ്യസ്ഥയുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് യഥാർത്ഥ പള്ളിയിൽ സുജൂദ് ചെയ്താലും അവരുടെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വലിയ പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കത്തിൽ ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് ഒന്ന് പറയാം. അതായത് ഈ വിഷയത്തിൽ അവർ പഴയ കാലത്ത് ആഘോഷിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പുണ്യം അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മൗലിദുകളിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അസ്റക്ക ബെയ്ത്ത്, ഇനിയിപ്പോൾ അവർ വേറെ മൗലിദിനെ ഓതിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അസ്റക്ക ബെയ്ത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണ് എന്ന് വരെ അവരെഴുതിയിരിക്കുന്ന ലേഖനം. അവിടെ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ, ആ എഴുന്നേറ്റ് നിൽക്കുന്ന എന്തിനാണ്
എന്ന് വരെ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് അവർ ലേഖനിയിരിക്കും. ഇത്രയും ആദരവും പവിത്രതയോട് കൂടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അതെ, എന്നാണ് പറഞ്ഞത്. അതെ അതെ അവരങ്ങനെ ചെയ്തിരുന്നതും ആ. അവരുടെ മുൻഗാമികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അതിൽ കാണാൻ പറ്റും. അഷറക്ക ബൈത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നിരുന്നു എന്നും അത് ചെയ്യുന്നതിന്റെ പ്രവർത്തനം എന്താണ് പുണ്യം എന്നുള്ളതൊക്കെ. ഇപ്പൊ വലത്തുത്തിൻ നബി എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാന സൂചകമായി അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവസാനമായി എനിക്കൊരു അപേക്ഷ മാത്രമാണ് ഉള്ളത്. നമ്മുടെ കേരളത്തിലെ അധിക മുസ്ലിങ്ങളും അറബി അറിയാത്തവരാണ്. അവർ മൗലിദിന്റെ സദസ്സിൽ വന്ന് അറബി മൗലിദ് കേട്ടുകൊണ്ട് അവർക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാൾ തർജുമ കൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് ആര് പറയാണ്? ഇത് തലശ്ശേരി കടവത്തൂർ കുഞ്ഞാമുട്ടി മുസ്ലിയാർ അലിർഷാദ് മാസിക, അവരുടെ അലിർഷാദ് മാസിക തന്നെ എടുത്ത് കൊടുത്തത് അവരുടെ ആളുമാണ്. മുസ്ലിയാർ അറിയുമ്പോൾ തെളിഞ്ഞപ്പോൾ ശരിക്കും കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് കാത്തിബ് മുഹമ്മദ് മൗലവി എന്നൊക്കെയാണ് അതാണ് വരുന്നത്. മുൻകാലത്തുള്ളൊക്കെ ഈ മുസ്ലിയാർ എന്നൊക്കെ പിന്നെ അവർ മൗലവി എന്ന് പേര് മാറ്റിയിട്ട് അവരൊരു ബ്രാൻഡായിട്ട് മൗലവി എന്നത് അവരൊരു ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ഈ അസ്റക്ക ബൈത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അവർ കൃത്യമായിട്ട് ആൾ പറഞ്ഞു. പിന്നെ അതിലൊക്കെ പറഞ്ഞപ്പോ എന്താണ് മലയാളം മൗലിദ് വേണമെന്ന് ഇതിലും പറഞ്ഞു. അതിപ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഴയ കാലത്ത് ഉസ്താമാർ വരണ്ട് നമ്മൾ നമ്മളങ്ങനെ പാടുക. ഇവരെന്നെ മലയാളം പാടിക്കോട്ടെ. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ പേറി തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഒരു മലയാളത്തിൽ പാടിക്കോട്ടെ, നമ്മൾ അറബി പാടും ഉഷാറാവുമല്ലോ. ഞങ്ങളുടെ നാടുകളില് മൗലിദ് ചൊല്ലുമ്പോ മലയാളത്തിൽ ജവാബ് ചെല്ലാറുണ്ട്. നബിയെ മുഹമ്മദ് നബിയെ നബിമാരിലുള്ള അത് മലയാളത്തിലും ചെല്ലാറുണ്ട്. അത് ഇപ്പോഴും തുടർന്നു പോരുന്നൊരു ശൈലി തന്നെയാണ്. വേണമെങ്കിൽ ഇവർക്ക് ഇതൊക്കെ അംഗീകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സദസ്സിൽ വന്നിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇന്ന് 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇതിൻ്റെ ഒരു പ്രാമാണികതയിൽ പൊളിച്ചെഴുത്തുകൾ ആരാണ് ഉണ്ടാക്കിയത്, അവർ ഏത് കാലത്ത് എങ്ങനെയായിരുന്നു, ഇതെങ്ങനെയൊക്കെയായിരുന്നു അവർ ആഘോഷിച്ചിരുന്നത്, ആഘോഷിക്കാൻ അവർ നിർദ്ദേശിച്ചിരുന്നത്, അതിനെ അംഗീകരിച്ചിരുന്നത് എന്നതൊക്കെ വളരെ സ്പെസിഫൈ ആയിട്ട് നമുക്കിവിടെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ സാധിച്ചു. സത്യം അറിയണം എന്ന് താല്പര്യത്തോടു കൂടി വിശാല ചിന്താഗതിയോടുകൂടി ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ചെറിയ സംസാരം മാത്രം മതി. ഇനി ഇതല്ല, ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ വേണമെന്നാണെങ്കിൽ സുപ്രഭാതത്തിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമും പോഡ്കാസ്റ്റും അതിനും തയ്യാറാണ്, ഉസ്താദുമാരും തയ്യാറാണ്. ഏതായിരുന്നാലും ഈ ഒരു വിഷയം ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.